3D പ്രിന്റിങ്ങിന്റെ സൂക്ഷ്മത എത്രത്തോളം വരും? ആ സൂക്ഷ്മത ഈ ഡിസൈൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇങ്ങനെ ഒന്ന്, അത് ആഭരണമാകട്ടെ, ഇത്തരത്തിലുള്ള ഡിസൈൻ ആകട്ടെ, മാർഗം ഒന്നേ ഉള്ളൂ, 3D പ്രിന്റിംഗ്. സാധാരണ ഒരു കക്ക മുതൽ, ഇത് 3D പ്രിന്റഡ് കക്കയാണ് കേട്ടോ, ഒരു മിനിയേച്ചർ ജീപ്പിന്റെ ടയറായി ഉപയോഗിക്കുന്ന, അപ്പൊ ഇതെല്ലാം 3D നിർമ്മിതികളാണ്. ഇത് രണ്ടു തരത്തിൽ നമുക്ക് ഫങ്ഷണലായി, അതായത് ഏതെങ്കിലും ഒരു മെഷീന്റെ ഭാഗമായി പ്രവർത്തിപ്പിക്കേണ്ടതാണെങ്കിൽ അതിന് വേറൊരു രീതി, അല്ല മോഡലുകളാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഈ മേശപ്പുറത്തിരിക്കുന്ന നിരവധിയായ രൂപങ്ങൾ 3D പ്രിന്റിങ്ങിന്റെ മാത്രം സൃഷ്ടിയാണ്. അത് വെറും ഒരു മോഡലിംഗ് അല്ലെങ്കിൽ മോഡലുകൾ എന്നുള്ളത് മാത്രമൊന്നുമല്ല. ഇതുപോലെ ആരോഗ്യരംഗത്ത് പ്രീ ഓപ്പറേഷൻ സർജറി, ഓപ്പറേഷന് മുമ്പ് ഒരു ഡോക്ടർക്ക് പ്ലാൻ ചെയ്യണം സർജറി, അതിനുണ്ടാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ആരോഗ്യ മേഖലയിൽ ചെയ്തു കൊടുക്കുന്നത് 3D പ്രിന്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ മേഖല വളരെ വിപുലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ മോഡൽ നോക്കി അറിയാം. ബർഗർ മോഡൽ നിങ്ങളോട് സംസാരിക്കും. എത്തരത്തിലാണ് അത് ഒറിജിനൽ ആയിട്ടുള്ള പ്രോഡക്റ്റിനോട് താതാത്മ്യം പ്രാപിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും അത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇത് അനന്തമായ സാധ്യതയാണ്. ആ സാധ്യതയുടെ ലോകം, വലിയ വലിയ സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നിടുകയും ഒരുപക്ഷെ ഒരു വീട് പോലും നമുക്ക് അത്തരത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ടെക്നോളജി എത്തിച്ചേരുകയാണ്. നമുക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ല ടെക്നോളജി 3D പ്രിന്റിംഗ് ആണ്.